Hi everyone, this is Jebin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്ക് നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുന്നതോടൊപ്പം തന്നെ ലൈക്കും ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് കുറച്ചധികം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഉണ്ട്, അതിൻ്റെ പറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. iOS 17.6ഉം WatchOS 10.6 പിന്നീട് HomePodOS, tvOS, macOS എന്നീ പറഞ്ഞ എല്ലാ അപ്ഡേഷൻസ് അല്ലെങ്കിൽ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും ഒഫീഷ്യൽ അപ്ഡേഷൻ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബേറ്റ അപ്ഡേഷൻസും നമുക്ക് വന്നിട്ടുണ്ട്. iOS 18.1, 18 പബ്ലിക് ബീറ്റ 2 എന്നീ പറഞ്ഞ കുറേയധികം ഓപ്ഷൻസും ആപ്പിൾ വന്നിട്ടുണ്ട്. ഈ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ iOS 18.1ൽ ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസും ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ 15 Pro ഓർ ലേറ്റർ ഡിവൈസിൽ മാത്രമാണ് ഇപ്പോൾ നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളൂ. ബഗ്ഗുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്, നമുക്കറിയാം ബേറ്റയാണ്. സോ ഒരാളും പ്രൈമറി ഫോണിൽ ഈ പറഞ്ഞ ബേറ്റ ഇൻസ്റ്റാൾ ചെയ്ത് പണി കിട്ടും. ഇതിൻ്റെ എല്ലാം ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ഡിസ്കവർ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാവും. എന്തായാലും ചെക്ക് ചെയ്യുക. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് iPhone 16 and 16 Pro എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാരാണ്. കാരണം iPhone 16ൽ ഇപ്പോൾ പുതിയ 5 കളേഴ്സാണ് നമുക്ക് വരാൻ പോകുന്നത്. ലാസ്റ്റ് ഇയറിൽ 15ൽ വന്ന പോലെ ഒരു പേസ്റ്റൽ കളർ ആയിരിക്കില്ല ഈ ഒരു കളർ വരുന്നത്. കുറച്ചുകൂടെ വിവിഡ് ആൻഡ് കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ആയിരിക്കും ഈ ഒരു വട്ടം 15ൽ വരാൻ പോകുന്നത്. 16ലേക്ക് നോക്കുമ്പോൾ നമുക്ക് 4 പുതിയ ഷെയ്ഡുകളും വരുന്നുണ്ട്. ഒന്ന് വൈറ്റ്, 2 ഗ്രേ, മൂന്നാമത്തെ ഡാർക്ക് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളർ, നാലാമത്തെ നേരത്തെ നമ്മുടെ ഈ പറഞ്ഞ പ്രോ സീരീസിലേക്ക് കണ്ട പോലെ റോസ് ഗോൾഡ് കളർ തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ 4 പുതിയ ഷെയ്ഡുകൾ iPhone 16 Pro നമുക്ക് അവൈലബിൾ ആവുന്നതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ 3rd ഇയർ ക്വാഡ്രൻറ്റിൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഒരു കൊല്ലം വന്നിരിക്കുന്നത് ഈ ഒരു 3rd ക്വാഡ്രൻ്റാണ്. ഏകദേശം 85.8 ബില്യൺ റവന്യൂ ആണ് ഈ ഒരു 3rd ക്വാഡ്രൻറ്റിൽ ആപ്പിൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സർവീസാണ്. അതായത് നമ്മുടെ ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ TV, ആപ്പിൾ iCloud പ്ലസ് ഇങ്ങനെയുള്ള സർവീസാണ് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടിയിരിക്കുന്നത്. ഇനി മേ ബി ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറും കൂടെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതും കൂടെ വരുമ്പോൾ ചിലപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് പ്ലസ് എന്നുള്ള ഓപ്ഷൻ കൊണ്ടുവരികയും അതിന് ഒരു പെയ്ഡ് സർവീസ് ആക്കാനും ചാൻസ് ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ കൂടെ വരുമ്പോൾ പെയ്ഡ് സർവീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക ക്ലൗഡ് സർവീസ് നല്ല രീതിക്ക് ആപ്പിളിനെ പുഷ് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള രണ്ടാമത്തെ സെക്കൻഡ് സോഴ്സാണ് ഐപാഡ് എന്ന് പറയുന്നത്. ഐപാഡിൽ ഈ പറഞ്ഞ M4 ചിപ്സ് വെച്ച് ആപ്പിൾ പ്രോ റിലീസ് ചെയ്തപ്പോൾ നല്ല രീതിക്കുള്ള ഹൈക്കാണ് ഐപാഡിന് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ പെൻസിൽ പ്രോയും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും അതിനും നല്ല രീതിക്കുള്ള ഹൈപ്പ് ഇപ്പോൾ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രം 3rd ക്വാഡ്രൻ്റ് ആപ്പിളിന് നല്ല രീതിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. സോ ഈ വരുന്ന സെപ്റ്റംബറിൽ ഐഫോൺ കൊണ്ട് റിലീസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള റവന്യൂ പ്രോഫിറ്റ് മേക്കിംഗ് ആപ്പിളിന് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് ഒരു സന്തോഷ വാർത്തയാണ്. കാരണം iPhone 15 എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്കും 16 എടുക്കാൻ പോകുന്ന കൂട്ടുകാർക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പറയുന്ന ഇന്ത്യയിൽ ഇനി പ്രോ സീരീസ് അസംബിൾ ചെയ്യുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. ഇത്രയും നാൾ ഒരു നോൺ പ്രോ സീരീസുകൾ മാത്രമായിരുന്നു ഇന്ത്യയിൽ ടാറ്റ അസംബിൾ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ഇനി പ്രോ സീരീസും കൂടെ അസംബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് കുറച്ചുകൂടെ കുറഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ടാക്സ് റൂൾ അനുസരിച്ച് 6% നമുക്ക് ചിലപ്പോൾ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 6,000 മുതൽ 8,000 റുപ്പീസ് വരെയും ഇനി വരാൻ പോകുന്ന ഡിവൈസിലും ഇപ്പോൾ 16 ആയിട്ട് നിൽക്കുന്ന iPhone 15 സീരീസിലും കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും ആസ് എ കസ്റ്റമർ നമുക്ക് നല്ല രീതിക്ക് ഈ പറഞ്ഞ ഡിവൈസ് വലിയ കാശ് മുടക്കമില്ലാതെ ഇപ്പോൾ കൊടുക്കുന്ന കാശിനെക്കാട്ടും കുറച്ച് കാശിന് നമുക്ക് iPhone ഡിവൈസ് അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസ് കയ്യിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ അടിപൊളിയായ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നു ഉറപ്പ് വരുത്തുക. ആൻഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾ ഫോളോ ചെയ്താൽ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുത്തേക്കാം, എന്തായാലും ഫോളോ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഇസ് Jebin signing from Evika and have a nice day.
അപ്പോൾ ഷൂട്ടിലാണ് വര